അവന്റെ മെഡിക്കൽ ലൈഫ് ആരംഭിക്കുകയാണ്. അവളുടെ അല്ല, എന്റെ ലൈഫാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ചേച്ചി ഈ പേനയ്ക്ക് എത്രയാ? ചെറുതാണെങ്കിലും എനിക്കുമുണ്ട് കുറെ പറയാനുള്ള ഒരു ജീവിതം. എന്റെ ജീവിതം ഒറ്റൊരാളിൽ ഒതുങ്ങുന്നതല്ല. ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ. എന്റെ ബാല്യവും യൗവനവും വാർദ്ധക്യവും പല ഉടമസ്ഥരുടെ കീഴിലായിരുന്നു. ആദ്യം പങ്കിട്ടെടുത്തു. പറ്റില്ലെന്നായപ്പോൾ മോഷ്ടിക്കാൻ തുടങ്ങി. അധികാരമുള്ളവർ പിടിച്ചു വാങ്ങി. അതിന് വഴങ്ങാത്തവർ അഗാധത്തിലേക്ക് എന്നെ തള്ളി. വിരൽ തുമ്പുകൾ നിശയിൽ പോലും എനിക്ക് തടവറയായി. പല കൈകളിലൂടെ മറയുമ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിച്ചത് മനുഷ്യനെ മനുഷ്യനാക്കിയ വികാരങ്ങളെയാണ്. ജീവന്റെ ഇടിപ്പ് നിൽക്കുന്നതും പുതുജീവന്റെ തുടിപ്പ് തുടങ്ങുന്നതും ഞാൻ കണ്ടു. ആശ്വാസത്തിന്റെ നെടുവീർപ്പുകൾ, ഉള്ളിൽ നിന്ന് ഉയരുന്ന രോദനങ്ങൾ. കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു ചിലർ. കുറ്റം തിരഞ്ഞ് അവനും അവളും ഒന്നായത് ഈ വരാന്തയിലാണ്. അവർ അകന്നതും ഈ ചുവരുകൾക്കുള്ളിൽ. ഒപ്പമുള്ളവരെ ഒത്തുചേർക്കുന്ന സാഹോദര്യത്തിന്റെ മാധുര്യം, കുതികാലു വെട്ടി ഒറ്റപ്പെടുത്തുന്ന വിദ്വേഷത്തിന്റെ കയ്പും. രാത്രി ഏറെ വൈകുമ്പോഴും നിസ്വാർത്ഥരായ സുഹൃത്തുക്കൾ ഒരു സാന്ത്വനമാണ്. സ്വാർത്ഥരുടെ ലോകത്തിൽ ജോലി ഒരു നരകമായി ചിലർക്ക്. സത്യം പിന്മാറുന്ന വാക്കുകൾ അവർ അത് അഗ്നിയായി പടർത്തി. ഒരു മനുഷ്യായുസ് മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റാത്ത വ്യക്തിത്വങ്ങൾ. അവരുടെ വികാരങ്ങൾക്ക് ഈ കുഞ്ഞു ജീവിതത്തിൽ ഞാൻ സാക്ഷിയായി. എന്നിട്ടും മഷി വറ്റിയപ്പോൾ എൻ്റെ ജീവനെ അവർ ചവറ്റുകൊട്ടയിലെറിഞ്ഞു.